ദുരന്തർ ദി റിവഞ്ച്. ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം. ദുരന്തർ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും. ആ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ദുരന്തർ ദി റിവഞ്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച എത്തി. ദുരന്തർ ദി റിവഞ്ച് ഒരു റിവഞ്ച് തന്നെയായിരുന്നു. ചിത്രത്തിൻ്റെ കഥ എന്തായിരിക്കും എന്നത് ഒന്നാം ഭാഗം കണ്ട ഓരോ പ്രേക്ഷകനും ഏകദേശം ഊഹിക്കാം. അതുപോലെ തന്നെ പകപോക്കലിൻ്റെ ബാക്കി പത്രമായിരിക്കുന്നു ദുരന്തർ ദി റിവഞ്ച്. ഇന്ത്യക്ക് എതിരായി പ്രവർത്തിച്ച പാകിസ്ഥാനിലെ ഓരോ കഥാപാത്രങ്ങളെയും ഓരോന്നോരോന്നായി വകവരുത്തുന്നതാണ് രണ്ടാം ഭാഗത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും പ്രേക്ഷകർക്ക് നിരവധി സർപ്രൈസുകളും ട്വിസ്റ്റുകളും ആദിത്യ ധർ എന്ന സംവിധായകൻ നൽകുന്നു. ആദ്യ ഭാഗത്തിൽ അക്ഷയ് ഖന്നയുടെ നെഗറ്റീവ് റോളിൽ വന്ന ക്യാരക്ടറിന് ഉള്ള സ്ക്രീൻ സ്പേസും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ രണ്ടാം ഭാഗത്തിൽ രൺവീർ സിംഗിൻ്റെ ഒരു ഷോ തന്നെയായിരുന്നു തികച്ചും ഉണ്ടായിരുന്നത്. രൺവീറിൻ്റെ ഒരു ഹോംവർക്കിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഔട്ട്പുട്ട് കൂടിയാണ് ഇവിടുത്തെയും വിജയം. രൺവീർ സിംഗിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് ഇത്തവണ സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് അയാൾ എങ്ങനെ ഈ സ്പൈ ഓപ്പറേഷനിലേക്ക് എത്തുന്നുവെന്നും അത് എങ്ങനെ പൂർണ്ണമാക്കുന്നുവെന്നും ഒക്കെ സിനിമ പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കള്ളനോട്ടുകളുടെ കഥയും ലഹരിക്കടത്തിൻ്റെ കഥയും മറ്റു രീതിയിൽ പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളും ഗ്യാങ്ങുകളും ഇന്ത്യയെ തോൽപ്പിക്കാനും ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്ന കുതന്ത്രങ്ങളും സിനിമയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണിക്കുന്നു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പുകളും തന്ത്രങ്ങളും ഒക്കെ തന്നെയും സിനിമയിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളെയും ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ശക്തികളെയും സിനിമയിൽ പേരെടുത്ത് തന്നെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട് സംവിധായകനും കൂട്ടരും. നമുക്ക് സുപരിചിതമായ പല വലിയ സംഭവങ്ങളും ചിത്രത്തിൽ റെഫറൻസായി വരുന്നുണ്ട്. പിന്നെ ദുരന്തർ ദ റിവെഞ്ചിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയും മൊത്തത്തിൽ ഉള്ള അവതരണവും പഴയ ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു പ്ലേസിങ്ങും ഒക്കെ പാകിസ്ഥാനായി കാണിച്ചിരിക്കുന്ന സെറ്റുകളും ഒക്കെ വില്ലന്മാരുടെ പെർഫോമൻസുകളും ഒക്കെ തന്നെ അതിഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. ഉദ്ദേശം 4 മണിക്കൂറിനടുത്ത് ദൈർഘ്യം വരുന്ന സിനിമ ഓരോ പ്രേക്ഷകനെയും ബോറടിപ്പിക്കാതെ എൻഗേജഡാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ഹെവി ദൗത്യം കൂടിയാണ് ഇവിടെ ആദിത്യ ധറും കൂട്ടരും വിജയിച്ചിരിക്കുന്നതും. എല്ലാ രംഗങ്ങളിലെയും ഓരോ ഇൻസിഡൻറ്റിനെയും കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ പൂർണ്ണമാക്കിക്കൊണ്ടാണ് ദുരന്തർ ദ റിവെഞ്ച് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും. വയലൻസ് ഒക്കെ ചില രംഗങ്ങളിൽ പീക്ക് ലെവലിൽ തന്നെ ഉണ്ട് സിനിമയിൽ. അതിനോടൊപ്പം തന്നെ പ്രണയവും കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും കാണിക്കുന്ന ഇമോഷണൽ രംഗങ്ങളും സിനിമയിൽ നിശ്ചിത ഇടവേളകളിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയുള്ള നല്ല ഔട്ട്പുട്ട് തരുന്ന അടൻ ചുള്ളിപ്പടമാകുന്നു ദുരന്തർ ദ റിവെഞ്ച്.